ആ വരുന്നതാ ഉമ്മറാക്കന്റെ പോരാ പള്ളാർച്ചും കിട്ടിയിട്ട്. നിർത്ത് അനക്കത് കിട്ടണം കൂർപ്പേ. എന്റെ ഏരിയ കയറിയിട്ട് എന്റെ കളി. ഉമ്മർട്ടിയാക്കന്റെ കുട്ടിക്ക് പുതിയാപ്പളിന് ഉണ്ടാക്കേണ്ട എന്റെ ഡ്യൂട്ടിയാ. അലിജി കയറി തലടണ്ട. എടോ ചെയ്യണ പണിക്ക് കുറച്ചൊരു സത്യസന്ധത വേണം. അതെനിക്കില്ല. അത് അനക്കുണ്ടോ? തേച്ചുണ്ട്. എന്തേ? എന്നിട്ടാണല്ലോ പാണ്ടിക്കാട്ടിന്ന് വന്ന ടീമിനോട് എനിക്ക് കിട്ടാനുള്ള ചോദിച്ചു വാങ്ങിയത്. ആ കാര്യം മുണ്ടി എന്റെ മോന്തക്കിട്ട് ഞാൻ കീറും. കണ്ടോ? ഇത്ര എന്റെ ഒക്കെ ധൈര്യമുള്ളൂ. എന്നെ പേടിച്ച് പായണ പാച്ചില് കണ്ടില്ലേ? ഇനി എന്റെ ഏരിയയിലെങ്ങാനും എന്നെ കണ്ടുകണ്ടെങ്കിൽ എന്റെ മുട്ടുംകാലിലെ ചേർച്ച ഞാൻ ഉടക്കടോ. ആ ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു കാര്യം പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലോ. എവിടേക്ക് നോക്കിട്ടാ ഹംകാച്ചൊക്കെ പായണ്? ഏത് ബാപ്പാന്റെ തരീക്കാച്ച് പണിണ്? സുബ്ഹാനല്ലാഹ്, ദാ വരുന്നു. റബ്ബേ, കള്ള നായ്ക്കളെ നിങ്ങൾ ഇങ്ങൊക്കെ പാടിയാണ്ട് കൊന്നോളിയടാ. മതം പൊട്ടി പായ ആരെയുടെ അങ്ങനെ കിട്ടി തുറന്നു വിട്ട്. ഹൈദ്രോസേ, നിന്നെ തല്ലാനല്ല വിളിച്ചത്. അന്ന് ആളറിയാതെയാണ് നിന്നെ തല്ലിയത്. അതിന് പ്രായശ്ചിത്തമായി മുതലാളി കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അത് തരാനാ വിളിച്ചത്. എന്റെ തടിമാടന്മാരെ, എന്നാ നേരത്തെ പറഞ്ഞൂടേനോ? നിങ്ങൾ കാരനായി മണ്ടിന്റെ ഔത്തർച്ചും പതിരും കലങ്ങിപ്പോയി. പിന്നൊരു സന്തോഷ വാർത്ത. ഇന്നു മുതൽ മുതലാളിയുടെ ആസ്ഥാന ബ്രോക്കറായി ഹൈദ്രോസിനെ നിയമിച്ചതായി മുതലാളി അറിയിച്ചിരിക്കുന്നു. ഇനി മുതൽ ഓരോ കൊല്ലവും മുതലാളിക്കുള്ള വിവാഹാലോചനകൾ നടത്തുന്നത് ഹൈദ്രോസ് ആയിരിക്കും. ഇനി ഹൈദ്രോസ് ചെയ്തു തരേണ്ട ഒരു സുപ്രധാന ജോലി കൂടി ബാക്കിയുണ്ട്. ഞങ്ങളെ പറ്റിച്ചു കിടന്ന ആ മരക്കാരെ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട്ടൊന്ന് എത്തിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഓക്കേ. പിന്നെ എപ്പോഴെങ്കിലും ആളെ മാറി തല്ലാണ്ട ഇങ്ങോട്ട് വന്നോണ്ടി, ഞാൻ ഇവിടെ ഉണ്ടാവും.